യജമാനനായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കണം. അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ച് ജീവിക്കണം. ഓ സുഹൃത്തുക്കളെ, കയ്യിൽ പണമില്ലാത്തതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടതില്ല. കയ്യിൽ പണത്തിന്റെ പവർ ഇല്ലാത്തതിന്റെ പേരിൽ സങ്കടപ്പെടേണ്ടതില്ല. കാരണം ഈ ദുനിയാവിൽ അല്ലാഹു തആല എല്ലാവരെയും സമ്പന്നരാക്കൂല. ചിലർക്ക് അല്ലാഹു തആല പെരുത്തും സമ്പത്ത് കൊടുക്കും. വേറെ ചില ആളുകൾക്ക് അല്ലാഹു തആല അത്ര തന്നെ കൊടുക്കില്ല. അത് ഖുർആനിലെ സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞതാണ്. അവലം യഅലമു അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദീർ. അവർക്കറിയില്ലേ, ഈമാനുള്ള ജനങ്ങൾക്ക് അറിയില്ലേ എന്നാണ് ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നത്. അവർക്കറിയില്ലേ അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദീർ. അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകൾക്ക് അല്ലാഹു തആല റിസ്ഖ് ധാരാളം കൊടുക്കും. വേറെ ചില ആളുകൾക്ക് അല്ലാഹു തആല അത്ര തന്നെ കൊടുക്കില്ല. അത് റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് പണക്കാരൻ ചിന്തിക്കണോ, എന്നെ മുതലാളിയാക്കിയത് ഞാനല്ലല്ലോ, എന്റെ കയ്യിലുള്ള പണത്തിന്റെ പവർ എന്നെ കൊണ്ടല്ലോ, എന്നെ മുതലാളിയാക്കിയത് എന്റെ റബ്ബാണ്. പാവപ്പെട്ടവൻ ചിന്തിക്കണോ, അവനെ പോലെ എന്നെ മുതലാളിയാക്കാതെ എന്നെ ഒരു പാവപ്പെട്ടയാളാക്കിയത് അത് എന്റെ റബ്ബാണല്ലോ. പക്ഷേ പറയട്ടെ, എന്റെ വാത് കേൾക്കുന്ന ജനങ്ങളോട്, കയ്യിൽ പണമില്ലാത്തതിന്റെ പേരില് പട്ടിണി കിടന്ന ചരിത്രമുണ്ടോ? ഇല്ല, ഇല്ല. കയ്യിൽ പണമില്ലാത്തതിന്റെ പേരില് പട്ടിണി കിടന്ന ചരിത്രമില്ലല്ലോ. തരുന്നവൻ അല്ലാഹുവാണ്, തരാതിരിക്കുന്നവൻ അല്ലാഹുവാണ്. ഓ സുഹൃത്തുക്കളെ, ആ പടച്ച റബ്ബിന് ഏത് വിഷമഘട്ടത്തിലും എന്നെ സഹായിക്കാൻ കഴിവുള്ളവനാണ് റബ്ബെന്ന് ചിന്തിക്കുന്ന ഒരു അടിമ. ആ അടിമക്ക് ദുനിയാവിൽ ഏത് പ്രയാസവും ഏത് കയ്പും അത് മാധുര്യമുള്ളത് തന്നെ. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചു ജീവിച്ചാൽ ഒരു പ്രയാസഘട്ടത്തിലും എന്റെ റബ്ബ് എന്നെ കൈവിടൂല. നിങ്ങളെ റബ്ബ് നിങ്ങളെ കൈവിടൂല. ഓ ബാപ്പാ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നവൻ അല്ലാഹുവാണ്. ഓ ഉമ്മമാരെ, നമ്മുടെ സർവ്വ കാര്യങ്ങൾ നടത്തി തരുന്നവൻ യജമാനനായ റബ്ബാണ്. ആ റബ്ബ് എനിക്കുണ്ടെന്ന ബോധത്തോടെയുള്ള ജീവിതം, അതിനേക്കാൾ വലിയ ജീവിതം ഇവിടെ ഇല്ല. എനിക്ക് എന്റെ റബ്ബുണ്ട്, അവനാണ് എന്നെ പഠിച്ചത്. അതുകൊണ്ടല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇപ്പൊ നോക്കുമ്പോ ടെൻഷനാണ്. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് വേദന പോയി. അവിടെ രാത്രി ഒരു വീട്ടിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് സുബഹി നിസ്കാരത്തിന് ആ വീട്ടിന്റെ തൊട്ടടുത്ത് ശരാമ്പി അല്ലേ, തെക്കൻ കേരളത്തിൽ ചെന്നാൽ തൈക്കാവ് തൈക്കാന്ന് പറയും. ഞാൻ ആദ്യമായിട്ട് വേദന ആയപ്പോ അടുത്തൊരു തൈക്കാവുണ്ട് ഉസ്താദ്. ഞാൻ കരുതി പയ്യന്റെ കഥ മാറി. ആദ്യമായിട്ട് കേൾക്കാൻ ആദ്യമായിട്ട് ചെറുത്ത് വേദന പിന്നെ പോയിട്ട് സലീസ് ആയതുകൊണ്ട് അങ്ങനായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചത് തൈക്കാവ് പറഞ്ഞു സാറേ, പിന്നെ നിങ്ങളുടെ നാട്ടിലൊന്നുമില്ലേ? ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞാലേ ഉണ്ടോ ഇല്ലെന്ന് പറയാൻ. അപ്പൊ അത് പിന്നെ മിമ്പർ ഒന്നും അവിടെ ഉണ്ടാവില്ല, മിഹ്റാബ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പറഞ്ഞു. ഓ അഞ്ചമാണ്, ശിറാമ്പിയാണ്. ശിരാമ്പി. അപ്പോൾ പറഞ്ഞു ശിരാമ്പിയ കോളാമ്പിയ ഞങ്ങൾക്കറിയില്ല സാർ. അതേ സമയത്ത് അതിന് ഇവിടെ പറയില്ല, തൈക്കാവുന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഞാൻ കിടന്നുറങ്ങിയ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു നിസ്കാര പള്ളിയാണ്. അപ്പൊ അവിടെ സുബഹിസ്കാരത്തിന് പോകണല്ലോ. പോയില്ലെങ്കിൽ അള്ളാഹ് ചിലപ്പോൾ പുറക്കാരെ പുറത്തരൂല. പുറക്കാരൻ ഇയാൾ ബാധെല്ലാം പറഞ്ഞിട്ട് രാത്രി വന്ന് കിടന്നിട്ടുണ്ട്. പോയില്ല. ആളുകളോട് പറയാൻ ഇയാൾക്ക് എന്താ അത് അങ്ങനെ ചിന്തിക്കണം. അത് ജനങ്ങൾക്കിടയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിപ്പോ കിടക്കണില്ല, ഞാൻ അങ്ങനെ കരുതിയിട്ടൊന്നുമില്ല കേട്ടോ. അതേ സമയത്ത് ഞാൻ അടുത്ത പള്ളിയാണ് നിസ്കരിക്കാൻ പോയപ്പോ അവിടെ പള്ളിയിലുണ്ടായിരുന്ന ഒരു ഉസ്താദ് പാവം ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, സാറേ, അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അദ്ദേഹം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ വെള്ളം വരാം. അദ്ദേഹം പറഞ്ഞു, സാറേ ദുആ ചെയ്യണം, ഞാൻ ഭയങ്കര മാനസികമായ ഒരു പ്രയാസത്തിലാണ്. ആണോ? അല്ലാഹ് മാറ്റി തരട്ടെ. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോടൊന്നും ചോദിച്ചില്ല. ഞാൻ ഇങ്ങനെ മാനസിക പ്രയാസമാണെന്ന് പറഞ്ഞാലേ ഉടനെ ദ്വാരന്ന് കൊടുക്കാം. അല്ലാഹു തആല വിഷമങ്ങളൊക്കെ മാറ്റി തരട്ടെ. എന്നിട്ട് നീ അപ്പുറം പോയിട്ട് എന്ത് വിഷയം, എന്ത് മാനസിക പ്രശ്നം, എന്ത് നീ മരുന്ന് കൊടുക്കുന്നതല്ലേ എന്റെ ചോദ്യം. അല്ലാഹു തആല വിഷമങ്ങൾ തീർത്തട്ടെ. ഓരോ വിഷമങ്ങൾ ഇങ്ങനെ പറയിപ്പിക്കാൻ പറഞ്ഞാൽ ചില ആളുകൾക്ക് സമാധാനമാണ് അല്ലേ? അങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ ഇങ്ങനെ വിഷമം പറയുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കുക, നിങ്ങൾക്ക് അതിന്റെ പേര് കൂലി ഉണ്ടാവും. നിങ്ങൾ കരുതിയപ്പോൾ സുബഹി ജമാഅത്തിന് ബാദപ്പണിക്ക് സുബഹി നിസ്കാരത്തിന് പള്ളിക്ക് വന്നുകൊണ്ട് മാത്രം സ്വർഗ്ഗം കിട്ടുന്ന ഇന്ന ബുദലാ ഉമ്മത്തി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ സമുദായത്തിലെ വലിയ വലിയ ഔലിയാക്കൾ അവര് ലം യദ്ഖുലുൽ ജന്ന, ഓരോന്നും സ്വർഗ്ഗത്തിൽ പോയിട്ടില്ലട്ടോ. ഇങ്ങനെ പറയുമ്പോ ഒരാൾ ഇങ്ങനെ വിഷമം പറയുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കുക, നിങ്ങൾക്ക് അതിന്റെ പേര് കൂലി ഉണ്ടാവും. നിങ്ങൾ കരുതിയപ്പോൾ ഇപ്പൊ സുബഹി ജമാഅത്തിന് ബാദപ്പണിക്ക് സുബഹി നിസ്കാരത്തിന് പള്ളിക്ക് വന്നുകൊണ്ട് മാത്രം സ്വർഗ്ഗം കിട്ടുന്ന ഇന്ന ബുദലാ ഉമ്മത്തി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ സമുദായത്തിലെ വലിയ വലിയ ഔലിയാക്കള് അവര് ലം യദ്ഖുലുൽ ജന്ന, ഓരോന്നും സ്വർഗ്ഗത്തേക്ക് പോയിട്ടില്ലട്ടോ. എന്തുകൊണ്ട് പോയിട്ടില്ല? ബിസ്വലാത്തിൻ വലാ ഖിയാമിൻ. ഓരോ നിസ്കാരം കൊണ്ടൊന്നുമല്ല സ്വർഗത്തിൽ പോയത്, ഓരോ നിസ്കാരം കൊണ്ടൊന്നല്ല. പിന്നെ ബിസലാമത്തി സ്വദരി വന്നുസ്ഹിലിൽ മുസ്ലിമീന, എല്ലാവർക്കും നല്ലത് വരണം, ആരും കുടുങ്ങിപ്പോകണ്ട, എല്ലാവർക്കും നല്ലത് വരണോ. എന്റെ മോൾക്ക് കിട്ടിയതിനേക്കാളും നല്ല പുതിയ ആപ്പിള അപ്പുറത്തെ പാത്തുന്റെ മോൾക്ക് കിട്ടിയ അതെന്താ അങ്ങനെ ആയിപ്പോയ റബ്ബേ. അതാ
അപ്പുറത്തെ പാത്തിന്റെ മോൾക്ക് എന്റെ മോൾക്ക് കിട്ടിയതിനേക്കാളും നല്ല പുതിയാപ്പിള കിട്ടിന് അപ്പൊ സന്തോഷിക്കണം. അൽഹംദുലില്ലാഹ് ഓള് മോൾക്കെങ്കിലും അങ്ങനത്തെ ഒരു കിട്ടും. ഓള് ജീവിതെങ്കിലും ഒരു സന്തോഷത്തിലായല്ലോ. അതിങ്ങനെ നോക്കിയിട്ട് അല്ലേ അതങ്ങനെ വിട്ടെങ്കാവാലേ എന്ന് കരുതിയിട്ട് ഭസ്മം കൊണ്ടുപോയി ചൊരിക്കാനല്ല നോക്കണ്ടേ. അങ്ങനെ കൊണ്ടുപോയി ചൊരിച്ചിട്ട് പിന്നെ അവസാനം ഓരോ തമ്മിലില്ലാതെ അതല്ല, ഓർക്കെങ്കിലും ഒരു ഗുണം കിട്ടിയല്ലോ. അങ്ങനെയുള്ള നിയത്ത് കൊണ്ടാണ് ഔലിയാക്കൾ സ്വർഗത്തിൽ പോയത് എന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ് തളരേണ്ടത്? ഈ സദസ്സിലും പ്രയാസമില്ലാത്തവരില്ലല്ലോ. ആർക്കാണ് പ്രയാസം പറയാൻ കഴിയാത്തത്? ഓ ഉമ്മമാരെ, ഈ ദുനിയാവിൽ സങ്കടങ്ങളില്ലാത്തവരിൽ